ആരെങ്കിലുമൊക്കെ കണ്ട് ഈ ഇമേജ് കൊണ്ട് വീട്ടിൽ പോയാലേ ജോലിയല്ലേ. അതുകൊണ്ട് ആ പ്രശ്നം ഇല്ലാതെ കണക്കാക്കി സമാധാനപ്പെടുക. ഇത് ഒരു ഇല്യൂഷനാണ്. ഇല്ല, ഈ സാധനം നമുക്ക് എല്ലാ വിഷനും കുറച്ച് നേരം റീറ്റെയിൻ ചെയ്യുമല്ലോ. ഈ ബ്രെയിൻ കുറച്ച് നേരം നമ്മൾ കാണുന്ന എല്ലാ വിഷനും റീറ്റെയിൻ ചെയ്യും. നമ്മൾ കാണുന്നത് മനസ്സിലാക്കാനായിട്ട് ഒരു കുറച്ച് സെക്കൻഡ് സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് എടുത്തതിന് ശേഷമാണ് നമ്മൾ കാണുള്ളൂ. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ഏതോ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ ഏത് കാര്യം കാണുമ്പോഴും പ്രസൻറ്റിലല്ല കാണുന്നത്. കണ്ടു കഴിഞ്ഞ് കുറച്ച് അതിനകത്ത് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. 0.18 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കാണുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലിവിങ് ദ പ്രസൻറ്റ് എന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല. കാരണം നമ്മൾ പ്രസൻറ്റിൽ ഒരിക്കലും നമുക്കൊന്നും കാണാറില്ല. കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത് അറിയുന്നത് ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ആ ലിവിങ് ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പിന്നെ ആ കാണുന്നതാണ് പ്രസൻറ്റ്. റെക്കഗ്നൈസ് ചെയ്ത മൊമെൻ്റാണ് പ്രസൻറ്റ്. അത് വേറൊരു കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് ഈ ത്രാടക എന്താണ് ഈ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാമായിട്ടാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിരുന്നത്. ആദ്യം ഷഡ്ക്രിയാസിലാണ് ഇത് കിടക്കുന്നത്. ഷഡ്ക്രിയാസെല്ലാം പ്യൂരിഫിക്കേഷൻ പ്രോഗ്രാമാണ്. നമ്മൾ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യേണ്ടുന്ന ഇതാണ് കർമ്മങ്ങളാണ്. ദൗതി, ബസ്തി, നൗളി, ത്രാടക, കപാലഭാതി എന്നൊക്കെ പറയുന്ന 6 പ്രോഗ്രാംസ് വളരെ എസെൻഷ്യലാണ് നമ്മൾ ഈ ഹയർ പ്രാക്ടീസിലോട്ട് പോകുന്നത്. ബോഡി എപ്പോഴും എല്ലാ ഓർഗൻസും ക്ലിയർ ചെയ്ത് വെക്കണം. ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അത് വമനം എന്നൊക്കെ പറയുമല്ലോ. ഛർദ്ദിക്കുക, പിന്നെ വെള്ളമൊക്കെ കളയുക, പിന്നെ വെള്ളം കുടിച്ചിട്ട് ത്രോട്ട് ഒക്കെ ക്ലിയർ ചെയ്ത് വയ്ക്കുക, മൂക്കിൽ കൂടെ വെള്ളം ഒഴിച്ച് സൈനസ് പാസേജ് ക്ലിയർ ചെയ്ത് വയ്ക്കുക, മറ്റേ ത്രെഡൊക്കെ ഇട്ട് അകത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്. ഇവിടെ TTCക്ക് വന്നവർ ചെയ്തു. അപ്പോൾ ആ പറയുന്ന പിന്നെ കപാലഭാതി അതുപോലെ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് ബോഡി ഒരുവിധം റെസെപ്റ്റീവ് ഒരു കണ്ടീഷനിലേക്ക് ആക്കി വെച്ച് റിലാക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക്, ഈ ഡീപ്പർ പ്രാക്ടീസിലേക്ക് ശരിക്കും ക്രിയകളിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ അല്ലാതെ ആ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇറങ്ങി ബോഡിയെ ക്ലിയർ ചെയ്ത് വെക്കാതെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞ കുറച്ച് തടസ്സങ്ങളൊക്കെ വരുന്നത്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ആരോ പറഞ്ഞതുപോലെ പെട്ടെന്ന് ബ്രത്തങ്ങ് ലോക്കായിപ്പോയി. അപ്പോൾ ലോക്കാകുന്നത് ഇപ്പം ഈ സന്ദർഭത്തിൽ നടന്നൊരു കാര്യമൊന്നുമല്ല. ഇതിന് മുമ്പേ എപ്പോഴോ നടന്ന എന്തോ ഒരു കാര്യം കാണും. ബ്രത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി കാണും. അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി സർഫസ് ചെയ്യും. അങ്ങനെ സർഫസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആ സ്ഥലത്തോട്ടങ്ങ് പോകും. മൈൻഡ് പോയിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ നമുക്കത് എടുത്ത് കളയണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ലോക്കിങ് പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കണം. ഈ നമ്മുടെ രാജയോഗവും ഹഠയോഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് പ്രധാന വ്യത്യാസം. രാജയോഗത്തിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ എന്താണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ 8 സ്റ്റെപ്പായിട്ട് ചെയ്ത് പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാം യമവും നിയമവും, മനസ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ, പിന്നെ സർക്കംസ്റ്റൻസസിൻ്റെ പ്യൂരിഫിക്കേഷൻ, ഇതെല്ലാം നടത്തിയതിന് ശേഷം പിന്നെ ബാക്കി ആസനമൊക്കെ ചെയ്ത് പ്രാണായാമം ചെയ്ത് അങ്ങനെ പോകുന്നത്. പക്ഷേ സാധാരണഗതിക്ക് ഇതൊന്നും ചെയ്യാതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ. ഒരു മാസ്റ്റർ കണ്ടു, അങ്ങനെ പറഞ്ഞു യോഗ നിങ്ങൾ ചെയ്യണം, ഇത് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇയാൾ ആ കൂടി നോക്കിയിട്ടാണ് പറയുന്നത്. ഇയാൾ കുഴപ്പമില്ല, ഇയാൾ റിലാക്സ്ഡ് ആണ് എന്ന് കണ്ടിട്ടാണ് പറയണം. അപ്പോൾ എന്നിട്ട് ആ ഓൺ ദ വേ എന്തെങ്കിലുമൊക്കെ അക്യുമുലേറ്റ് ചെയ്യുമല്ലോ. നമ്മൾ ഡെയിലി നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെ നടക്കാതെ പോവുക, ആരെങ്കിലും ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്താൽ മതി ടെൻഷൻ ഉണ്ടാകാനായിട്ട്. വലിയ കാര്യമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രത്ത് ആൾട്ടർ ചെയ്ത് കിടക്കുകയായിരിക്കും. തൽക്കാലത്തേക്ക് കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള ബ്രീത്തിങ് നടക്കും. കൂടുതൽ നീഡ് വരുമ്പോഴാണ് ഈ ബ്രത്ത് നോർമലായി പോകുന്നില്ല നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റായിട്ട് അങ്ങ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഈ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ് കപാലഭാതിയൊക്കെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല, ഇതെല്ലാം ആക്റ്റീവായിട്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഷഡ്ക്രിയാസ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഹഠയോഗത്തിൽ പ്രപ്പോസ് ചെയ്തു. രാജയോഗത്തിൽ അത് പറഞ്ഞിട്ടേ ഇല്ല. എല്ലാം ക്ലീനായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പറയുന്നത് യമവും നിയമവും കറക്റ്റ് ചെയ്ത് വെച്ചാൽ ഇട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ യമം നിയമം ഒരുത്തർക്കും ഇല്ല ജീവിതത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ യമവും നിയമവും ചുമ്മാ പറയണ അഹിംസ. എല്ലാവരും പോയി എന്തിനെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ. ഒന്നുമില്ലെങ്കിലും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഇത് യമത്തിൻ്റെ പ്രാക്ടീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ യമവും നിയമവും അറിയാവുന്നതിനെ ആസനം പഠിപ്പിക്കുള്ളായിരുന്നു.
ആശാന്മാരുടെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് നിന്നിട്ട് അവസാനം ഒന്നും കിട്ടൂല. ആശാനിത് പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ശരിയാകുമെന്ന് പറഞ്ഞ് നില്ലെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ഉപനിഷത്ത് സ്റ്റോറിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ യമം നിയമവും ഒക്കെ ഉണ്ട്. ക്ലെൻലിനെസ് ഓഫ് ദ ബോഡിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇയാൾ. നിയമം, ക്ലെൻലിനെസ്, കണ്ടൻമെൻറ്റ്, തപസ്വാധ്യായ, ഈശ്വര പ്രണിധാനാനി നിയമ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിയമമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷക്കറിയൊന്നും ചെയ്യണ്ട. പക്ഷേ ഒരു സമയം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം. ഒരു സമയം വന്നപ്പോൾ ഈ യമവും ഇല്ല, നിയമവും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും പഠിക്കണം. അപ്പോൾ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആശാന്മാർ നോക്കി ഇതിപ്പോൾ എന്തായാലും ഇല്ലെങ്കിൽ ഈ ശാസ്ത്രമേ അന്യം നീക്കും. നമ്മൾ ചാവുന്നതിന് മുമ്പ് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിൽ അവൻ വേറെ ആർക്ക് എപ്പോഴെങ്കിലും പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ചത്തുപോയാൽ ആ സാധനം തീർന്നു. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്യണമല്ലോ, വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ആശാന്മാർക്ക് തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെന്താന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ നിയമം ഒന്നും നോക്കണ്ട, മറ്റേ നേതി, വസ്തി, ദൗതി, കപാലഭാതി, ത്രാടകം, ഇത്രയും കാര്യം അങ്ങോട്ട് ചെയ്ത് ബോഡിയെ കറക്റ്റ് ചെയ്യുക, കണ്ണൊക്കെ കഴുകുക, ഇതെല്ലാം നോക്കി കണ്ണൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക. പിന്നെ മൂക്കിൽ കൂടെയൊക്കെ വെള്ളം ഒഴിക്കുക, കയറൊക്കെ ഇട്ട് വലിക്കുക. മൂക്ക് കയറിയിട്ടണമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം പ്രാക്ടീസിലോട്ടങ്ങ് ഇറങ്ങാം എന്ന് പറഞ്ഞ് യോഗത്തിന് സേവ് ചെയ്താണ് ഈ ഹഠയോഗം. ഹിസ്റ്ററി ഇട്ട് നോക്കിയാൽ കാണാം. യോഗം അന്യം നിൽക്കുന്ന ഒരവസ്ഥ വന്ന് കാരണം പറഞ്ഞു കൊടുക്കാം. പുസ്തകത്തിൽ ഇത് കഴിഞ്ഞ് മൂന്നാമതാണ് ആസനം. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ആസനവും പോയി, പ്രാണായാമവും പോയി, പ്രത്യാഹാരം, തപസ്സും എല്ലാം പോയി. അങ്ങനെ വന്നപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ നമ്മുടെ പ്യൂരിഫിക്കേറ്ററി പ്രോഗ്രാംസ്. അതിൽ കിടക്കുന്ന ത്രാടകമാണ്. അപ്പോൾ ത്രാടകം എന്ന് പറഞ്ഞിട്ടാണ് ഇതിന് കുറേ സീരീസ് ഓഫ് പ്രാക്ടീസുകളുണ്ട്. ആ പ്രാക്ടീസിൻ്റെ ഇഫക്റ്റ് വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇതിനെ ആജ്ഞാചക്രം ആക്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യാമെന്നും പറഞ്ഞ് കുണ്ടലിനി യോഗം ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ലേറ്റർ മാസ്റ്റേഴ്സ് ത്രാടകം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു.